എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. +1 റിസൾട്ട് 2024 റിസൾട്ട് 1-2 ആഴ്ചക്കകം പ്രസിദ്ധീകരിക്കും. ഇംപ്രൂവ്മെൻ്റ് എക്സാമും ഉണ്ടാകും. അപ്പോൾ +1-ൽ ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയിട്ടൊന്ന് കാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നതിനുമായി നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയതൊന്നുകാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 റിസൾട്ട് 1-2 ആഴ്ചക്കകം തന്നെ ഉണ്ടാകും. അപ്പോൾ ഇംപ്രൂവ്മെൻ്റ് എക്സാം വരുന്നുണ്ടോ എന്ന് ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടോ, എപ്പോഴാണെന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, എന്താണ് ഇംപ്രൂവ്മെൻ്റ് എക്സാം ഇല്ലാതിരിക്കുമൊന്നുമില്ല. ഇംപ്രൂവ്മെൻ്റ് എക്സാം 100% ഉണ്ട്. പക്ഷേ അത് എപ്പോൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് കൺഫ്യൂഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ തീരുമാനപ്രകാരം നിങ്ങളുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നിന്ന് മാറ്റി എന്ത് ചെയ്തു, അത് +2 പബ്ലിക് എക്സാമിനൊപ്പം ആക്കി എന്നൊക്കെയാണ് തീരുമാനം വന്നത്. പക്ഷേ അത് എങ്ങനെയാകുമെന്നുള്ളത്, ഈ വർഷത്തെ കാര്യം എങ്ങനെയാകുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും. കഴിഞ്ഞ വർഷം മുതൽ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. അത് വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയൊക്കെ പരാതി വന്നതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടത്തിയത്. ഈ വർഷവും അങ്ങനെ പരാതികളൊക്കെ ഉയർന്നു വരികയാണെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാം തിരിച്ചു കൊണ്ടുവന്നേക്കാം. അപ്പോൾ ഗ്രേസ് മാർക്ക് +1-ൽ ഉണ്ടോ? +1-ൽ അല്ല ഗ്രേസ് മാർക്ക് നൽകുന്നത്, +2-ലാണ് കേട്ടോ ഗ്രേസ് മാർക്ക്. ഒരു വിദ്യാർത്ഥി എന്നോട് അങ്ങനെ ചോദിച്ചു, +1-ൽ ഗ്രേസ് മാർക്ക് നൽകുന്നുണ്ടോ എന്ന്. ഇല്ലില്ല, +1-ലെയും +2-ലെയും ഇപ്പോൾ +1 +2 NSS പോലുള്ള ഇതാണല്ലോ. അപ്പം അതിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് +2-ലാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത് കേട്ടോ. എത്രയാണ് ഈ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് എത്രയാണ്? 24 മാർക്കാണ് നൽകിയത്. അടുത്ത +2-ലാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത് കേട്ടോ. അപ്പോൾ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാകാതിരിക്കില്ല, എന്തായാലും ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ട്. പക്ഷേ അത് എപ്പോൾ നടത്തുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഡൗട്ട് തുടരുന്നത്. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നടത്തുമോ അതോ +2 പബ്ലിക് എക്സാമിനൊപ്പമാണോ നടത്തുന്നതെന്ന്. എന്തായാലും പോലും അത് ബന്ധപ്പെട്ടുള്ള കൃത്യമായ അപ്ഡേറ്റ്സുകൾ വിദ്യാർത്ഥികളിലേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾ ഫെയിലായി പോയാലും മാർക്ക് കൂട്ടേണ്ട കാര്യമായാലും നിങ്ങൾക്ക് എന്താണ് 3 വിഷയം വരെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ റിസൾട്ട് 1-2 ആഴ്ചക്കകം പ്രസിദ്ധീകരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ +1 റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളുടെ മൊബൈലിലോ സിസ്റ്റത്തിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.